പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നവംബർ മാസത്തിൽ തിരുസഭാ മാതാവ് തൻ്റെ മക്കളായ നമ്മളോട് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതങ്ങളെ സ്വർഗോന്മുഖമാക്കി മാറ്റി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. വലിയ സന്തോഷത്തോടെ നമുക്ക് ഈ 10 ദിവസത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വിമോചനം, ശുദ്ധീകരണ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പരിത്യാഗ പ്രവൃത്തികളും നമ്മുടെ ബലിയർപ്പണങ്ങളും കാരണമാകുന്ന പുണ്യദിനങ്ങളാണ് ഈ ദിനങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മളായിരിക്കുന്ന പാപത്തിൻ്റെ അടിമത്വത്തിൻ്റെ കെട്ടുകളുടെ ബന്ധനങ്ങളുടെ മോചനത്തിനു വേണ്ടി, വിമോചനത്തിനു വേണ്ടി നമ്മെ സഹായിക്കുന്ന പുണ്യദിനങ്ങളും കൂടിയാണ് ഈ ദിനങ്ങൾ. സ്വർഗത്തിൻ്റെ ദിവ്യമായ രഹസ്യങ്ങളും കർത്താവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകവും നമ്മിൽ നിറയപ്പെട്ടുകൊണ്ട് ഈ ശുശ്രൂഷയുടെ മഹത്വത്തിൽ അതിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ. നമുക്കറിയാം, ദൈവാത്മാവിനാൽ നിവേശിതമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്നതാണ് ദൈവിക രഹസ്യങ്ങൾ. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ദൈവിക രഹസ്യങ്ങൾ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. അത് വെറുതെ സഹായിച്ചാൽ പോരാ, ശക്തിയായിട്ട് അഭിഷേകമായിട്ട് നിറഞ്ഞ് നമ്മിൽ കവിഞ്ഞ് ഒഴുകണം. ആ ഒരു അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് നന്ദിയോടെ സ്നേഹത്തോടെ പ്രവേശിക്കാം. ഗാനത്തിൻ്റെ ഈരടികളോട് ചേർന്ന് പ്രിയപ്പെട്ട മക്കളെ, ഈ അഭിഷേകം, ഈ വലിയ ശക്തി നമ്മിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മശക്തിയേ ശുദ്ധാത്മാവേ ഇറങ്ങി എന്നിൽ വാ, ഓ അഭിഷേകമായി ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പരിശുദ്ധാത്മാവേ മഴ പോലെ പെയ്തിറങ്ങി വാ. ഹൃദയങ്ങൾ തുറന്ന് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയത്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ശക്തിയോടെ വലിയ ദാഹത്തോടെ ഹൃദയങ്ങൾ തുറന്ന് ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി, ശക്തിയുടെ നിറവിന് വേണ്ടി, ആളിക്കത്തുന്ന അഭിഷേക ശക്തിയായി പരിശുദ്ധാത്മാവ് നിറയാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആത്മശക്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാ മക്കളിലേക്കും സ്വർഗീയത്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. അഭിഷേകം ആത്മനദിയായി ഒഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിലിന്നു വാ, ആത്മനദിയായി ഒഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ തീയെ പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ തീയെ പെയ്തിറങ്ങി വാ,
പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയണമേ, സഭയിൽ നിറയണമേ. ഇതിൽ പങ്കെടുക്കുന്ന ഞങ്ങളിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരിലും എല്ലാ വിശ്വാസികളിലും അവിടുന്ന് പ്രത്യേകമാവിധം നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ ദിവ്യമായ രഹസ്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി ശുദ്ധികനാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ സ്വർഗത്തിനു വേണ്ടി ഒരുക്കുവാൻ ഞങ്ങൾക്കിടയാകുവാൻ വിമോചനത്തിന് ശുശ്രൂഷ ഞങ്ങൾക്ക് ഇടയാകട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വലിയ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേ, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥ, വിശുദ്ധ അന്നാമയെ, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. വിശുദ്ധ മിഖായിൽ, ഗബ്രിയേൽ, റഫായിൽ, മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കാവൽ മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഞങ്ങളെ ബലപ്പെടുത്തണം, ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം. യാതൊരു തിന്മയും ലൗകികതയും ലോകാരൂപിയും ഞങ്ങളെ സ്വാധീനിക്കാതിരിക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് ഞങ്ങളുടെ കൂടെയായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ. നമുക്കൊരുമിച്ച് സ്വർഗത്തോട് ചേർന്ന് മാലാഖമാരോടും വിശുദ്ധരോടും എല്ലാം ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നവംബർ മാസത്തിൽ ശുദ്ധികനാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമായ കർത്താവ് തൻ്റെ മക്കളായി നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതം വിശാലമായ ഒരു ബന്ധത്തിലാണ് ആയിരിക്കുക. വിജയസഭയുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. പുണ്യവാന്മാരുടെ ഐക്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ സഹനസഭ, ശുദ്ധീകരണ സ്ഥലത്ത് സഹനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭ, സഹനസഭ. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമരസഭ. ഈ മൂന്ന് സഭകൾ തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. ഈ നവംബർ മാസത്തിൽ സഹനസഭയിലായിരിക്കുന്ന, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭാമാതാവ് നമ്മെ പ്രത്യേകമാവിധം ആഹ്വാനിക്കുകയാണ്. കാരണം അവർ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ്. എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ദൈവികമായ കരുണയുടെയും നീതിയുടെയും ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. സ്വർഗം എന്നുള്ളത് നമുക്കറിയാം, പരമപരിശുദ്ധിയുടെ പരിശുദ്ധർ മാത്രം വസിക്കുന്ന ദൈവത്തിൻ്റെ ഭവനം, പിതാവായ ദൈവത്തിൻ്റെ ഭവനമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത്രമാത്രം പരിശുദ്ധി വേണം. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനത്തിൽ പറയുകയാണ്, എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. മ്ലേച്ഛത, അശുദ്ധി, കൗടില്യം ഇതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കത്തില്ല. അതുകൊണ്ട് അശുദ്ധമായതൊന്നും പ്രവേശിക്കത്തില്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ മനുഷ്യമക്കൾ ജന്മപാപം മുതൽ പിന്നീട് അങ്ങോട്ട് കർമ്മപാപത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളും അശുദ്ധിയും മാലിന്യവുമുള്ളവരാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു കാര്യമാണ് വിശുദ്ധീകരണം. നമ്മൾ ഈ 10 ദിവസങ്ങൾ വിശുദ്ധീകരണത്തിൻ്റെ വിശാലമായ ലോകത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് നമ്മെ തന്നെയും ശുദ്ധീകരണാത്മാക്കളെയും വിശുദ്ധീകരിച്ച് സ്വർഗത്തിന് അർഹരാക്കുന്ന, പ്രാപ്തരാക്കുന്ന വലിയ ശുശ്രൂഷയിലേക്കാണ് പ്രവേശിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന മക്കൾ, സഹനത്തിലായിരിക്കുന്ന മക്കൾ ചെയ്യുന്നത് അവരുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിയിൽ അവരായിരിക്കുകയാണ്.
നമുക്കറിയാം, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് തന്നെ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമെന്നാണ്. അതുകൊണ്ട് തന്നെ ഹബക്കുക്കിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ, അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങേക്ക് കഴിയുകയില്ല. അതായത് ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കപ്പെടുമ്പോൾ നമ്മൾ അത്രമാത്രം വിശുദ്ധരായിരിക്കണം, വെണ്മയുള്ളവരായിരിക്കണം. ഈ വെണ്മ കൈവരിക്കാൻ വേണ്ടി ഇതാ മരിച്ചുപോയി, വിശ്വാസികളായിട്ടുള്ള അവസ്ഥയിൽ മരിച്ചുപോയി ശുദ്ധീകരണ സ്ഥലത്ത് ദൈവം അവരെ ഈ വെണ്മയിലേക്ക്, ഈ പരിശുദ്ധിയിലേക്ക് ആനയിക്കാൻ വേണ്ടി ശുദ്ധീകരിച്ചുകൊണ്ട് അവരെ സ്വർഗത്തിനു വേണ്ടി പ്രാപ്തരാക്കുകയാണ്, യോഗ്യരാക്കുകയാണ്. നമുക്കറിയാം, മാരക പാപത്തെ നമ്മൾ അനുതാപത്തോടുകൂടി ഏറ്റുപറയുമ്പോൾ നമുക്ക് നിത്യശിക്ഷ ഒഴിവായി കിട്ടും. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് കാലിക ശിക്ഷയുണ്ട്. അതായത് ഏതൊരു പാപത്തിനും അതിൻ്റെതായ ഒരു കാലിക ശിക്ഷയുണ്ട്. അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഏറ്റുപറയാതെ പോയ ലഘുപാപങ്ങൾ, ഈ ലഘുപാപങ്ങൾ പരിഹരിക്കപ്പെടണം. അത് എന്തിലൂടെയാണ്? സഹനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ അതിന് പരിഹാരം ചെയ്യണം. ആ പരിഹാരം ചെയ്യുന്ന പ്രവൃത്തി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയിൽ നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് പൂർത്തീകരിക്കണം. ഈ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെയും നീതിയുടെയും ചേർന്നുള്ള ഒരു സ്ഥലമാണ്. അതായത് അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കത്തില്ല. എന്നാൽ തനത് വിധിയിലൂടെ നിത്യനരകത്തിലേക്ക് പോകാനുള്ള ഒരു അശുദ്ധിയും അവരിലില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ കരുണയാൽ ഈ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് അവരുടെ ലഘുപാപങ്ങളുടെ പാപക്കറയും. അതോടൊപ്പം തന്നെ മാരക പാപത്തിൽ ഏറ്റുപറഞ്ഞു, അനുതപിച്ചു, പശ്ചാത്തപിച്ചു, എങ്കിലും അതിൻ്റെതായ ചില അശുദ്ധിയും മാലിന്യങ്ങളും കർത്താവ് ഈ ശുദ്ധീകരണ സ്ഥലത്ത് വിശുദ്ധീകരിച്ച് ഈ പ്രിയപ്പെട്ട ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഒന്ന് അനുസ്മരിപ്പിക്കുക. അതായത് ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന ആത്മാക്കൾക്ക് അവരെ ശുദ്ധീകരിക്കാനോ അതിനുവേണ്ടി പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. അവരെ സഹായിക്കാൻ പറ്റുന്നത് നമുക്കാണ്. നമ്മുടെ ബലിയർപ്പണങ്ങൾ, നമ്മുടെ ത്യാഗപ്രവർത്തികൾ, നമ്മുടെ പ്രായശ്ചിത്ത പ്രവർത്തികൾ, അവർക്ക് വേണ്ടിയുള്ള ഒത്തിരി പ്രാർത്ഥനകൾ, ഇതാണ് ശുദ്ധീകരണ ആത്മാക്കളെ ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ സഹായിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്വമാണ് ശുദ്ധീകരണ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് കർത്താവിൻ്റെ സ്വർഗത്തിൻ്റെ മനസ്സറിഞ്ഞാണ്. എന്താണ് കർത്താവിൻ്റെ മനസ്സ്? എന്താണ് സ്വർഗത്തിൻ്റെ മനസ്സ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം ആരും നശിച്ചു പോകരുത്. അതിനുവേണ്ടി ഏകജാതനെ ഈശോയെ തന്നു. ഈശോ തൻ്റെ കുരിശുമരണത്തിലൂടെ, തൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ, തൻ്റെ മുറിവുകളിലൂടെ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുവാൻ തിരുമനസ്സായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ബലിയർപ്പണങ്ങൾ, നമ്മുടെ ത്യാഗപ്രവർത്തികൾ, നമ്മുടെ സഹനങ്ങൾ, ഇതെല്ലാം നമ്മൾ പ്രത്യേകിച്ചും ശുദ്ധീകരണ ആത്മാക്കളുടെ വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ കുരിശോട് ചേർത്ത്, അവിടുത്തെ കരുണയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് ഈ ശുദ്ധീകരണ പ്രക്രിയയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വലിയ ആശ്വാസം ലഭിക്കും. അവരുടെ ശുദ്ധീകരണ പ്രവൃത്തി പൂർത്തിയാക്കപ്പെടും.
അവര് അതിനാൽ തന്നെ സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഇടയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ പ്രാർത്ഥനയോടെ, വലിയ ഒരുക്കത്തോടെ നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ ബലിയോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും അതിവിശുദ്ധിയിലായിരിക്കണം. പാപത്തെ വിട്ടുപേക്ഷിച്ച് നമ്മെ തന്നെ കഴുകി നിർമ്മലരാക്കി ഈ ശുദ്ധീകരണാത്മാക്കൾ ഈ ശുദ്ധീകരണ പ്രക്രിയയിലായിരിക്കുമ്പോൾ അവരെ സഹായിക്കുന്ന, അവരെ വിശുദ്ധീകരിക്കുന്ന വലിയ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമ്മൾ വിശുദ്ധീകരിച്ച് വിശുദ്ധിയിലായിരുന്നു കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകണം. ഈ 10 ദിവസങ്ങൾ നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ, ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേക സാന്നിധ്യത്തിൽ നമ്മൾ എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിച്ച് സഹനങ്ങളിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും മനസ്സിൽ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ആരാധനയിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നമ്മളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി പിതാവായ ദൈവം നമുക്ക് നൽകിയ യേശു ക്രിസ്തുവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ കർത്താവിൻ്റെ കാരുണ്യം, നിലയില്ലാത്ത കടൽ പോലുള്ള കാരുണ്യം, കുരിശിൽ നമുക്ക് വേണ്ടി പൂർത്തീകരിച്ച, നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമുക്ക് വേണ്ടി കർത്താവ് നിറവേറ്റിയ ആ രക്ഷ എല്ലാ ശുദ്ധീകരണാത്മാക്കളിലേക്കും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ നമ്മെയും എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശുദ്ധീകരണത്തിൻ്റെ അവരുടെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുവാൻ ഇടയാകുകയും ചെയ്യട്ടെ. ആമേൻ. സ്വർഗത്തോട് ചേർന്ന്, സകല മാലാഖമാരോട് ചേർന്ന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഇതിലും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യനാഥ, ഈ സമയം അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് വിളിച്ചിരിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. പ്രത്യേകിച്ച് ഈശോയെ, വലിയൊരു ദൗത്യം അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങയുടെ വലിയ കാരുണ്യം അനേക മക്കളിലേക്ക് എത്തിക്കുവാൻ, പ്രത്യേകിച്ച് കർത്താവെ, ഈ നവംബർ മാസത്തിൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ വലിയ കരുണയിലേക്ക് ശുദ്ധീകരണ ആത്മാക്കളെ ആഴ്ത്തുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുകയാണല്ലോ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നത് ഞങ്ങളാരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങ് കുരിശിൽ മരിച്ചത്, അങ്ങ് രക്തം ചിന്തിയത്, അങ്ങ് മുറിവേറ്റത് ഈശോയെ, അങ്ങയുടെ മക്കൾ ആരും നശിച്ചു പോകാതിരിക്കാനാണ്. അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ മക്കൾ സ്വന്തമാക്കണം. അതിനുവേണ്ടി അങ്ങ് എപ്പോഴും അങ്ങയുടെ അരികിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങളെ വിളിക്കുന്നു. ഈശോയെ, സമയം ഇതാ ഞങ്ങളെയും ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ, നിലയില്ലാത്ത കാരുണ്യം സകല മക്കളും അനുഭവിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. കർത്താവേ, ആ വലിയ കരുണയിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, സമരസഭയിലായിരിക്കുന്ന ഞങ്ങള് വിജയസഭയോട് ചേർന്ന് സഹന സഭയിലെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സ്നേഹത്തോടെ കർത്താവിന്റെ കരുണയിലേക്ക് എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങള്, ഏറ്റുപറയാതെ പോയ ലഘുപാപങ്ങള്, ഏറ്റുപറഞ്ഞ മാരക പാപത്തിന്റെ ചില കാലിക ശിക്ഷകൾ അനുഭവിക്കേണ്ട അവസ്ഥയിൽ ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കളെയും വലിയ സ്നേഹത്തോടെ ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും നമുക്ക് ഓർക്കാം. ശുദ്ധീകരണ സ്ഥലത്തെ നമുക്ക് ഓർക്കാം. ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. കർത്താവിന്റെ തിരുവചനങ്ങളിലൂടെ നമ്മോടൊന്ന് വെളിപ്പെടുത്തി തന്നു ശുദ്ധീകരണത്തിന്റെ ആവശ്യകത. ഈ സമയം കർത്താവിന്റെ കാരുണ്യം, അവിടുത്തെ പീഡാസഹനത്തിന്റെ യോഗ്യത, അവിടുത്തെ ചെറിയ തിരുരക്തത്തിന്റെ ശക്തി, അവിടുന്ന് ഏറ്റ പീഡാസഹനങ്ങളുടെ യോഗ്യത പ്രിയപ്പെട്ട മക്കളെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഒഴുകപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വലിയ ദാഹത്തോടെ നമുക്ക് ഈ സമയം ശുദ്ധീകരണ സ്ഥലത്തെ ഓരോ ആത്മാക്കളെയും മനസ്സിൽ കണ്ടുകൊണ്ട് കർത്താവിന്റെ കരുണ അവരിലേക്ക് ഒഴുകിയിറങ്ങാൻ, ഈശോയെ, അങ്ങയുടെ കരുണയുടെ നിലയില്ലാത്ത കടലിലേക്ക് ശുദ്ധീകരണ സ്ഥലത്തെ ഞങ്ങളിതാ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലേക്ക് വന്നത് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ്.
അങ്ങ് പറഞ്ഞില്ലേ, ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം, രോഗികൾക്കാണ്. നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് ഞാൻ വന്നതെന്ന് അങ്ങ് പറഞ്ഞില്ലേ ഈശോയെ. കർത്താവേ, അങ്ങയുടെ മക്കൾ ബലഹീനരാണ്, അങ്ങയുടെ മക്കള് ദുർബലരാണ്. അറിഞ്ഞുമറിയാതെയും നിസ്സഹായതയിലും ബലഹീനതയിലും ചെയ്തു പോയ പാപങ്ങൾ ഈശോയെ ഏറെയാണ്. ആ പാപത്തിന്റെ മേഖലയിൽ ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞ് ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ വലിയ സ്നേഹം, അങ്ങയുടെ വലിയ ചൈതന്യം എല്ലാ മക്കളിലേക്കും നിറച്ചുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ഓരോ ആത്മാക്കളുടെയും പാപങ്ങളെ അങ്ങ് പൊറുക്കണമേ. ആത്മാക്കളെ അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുമുറിവുകളാൽ ആ മക്കൾക്കറ്റ മുറിവുകളെ അവിടെ ഉണക്കണമേ. സ്വയെ വലിയ വിശുദ്ധീകരണം ആത്മാക്കൾക്ക് നൽകി, പാപത്തിൽ നിന്ന് മോചനം നൽകി ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മാക്കളെ സ്വയെ ശുദ്ധീകരിച്ച് സ്വർഗപ്രാപ്തിക്കായിട്ട് ശുദ്ധിയുള്ള മക്കളാക്കി മാറ്റണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാവങ്ങൾ മോചിക്കും ഈശോ, കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ നിലവിളിച്ച കർത്താവേ, അങ്ങയുടെ ആ വിളി, എനിക്ക് ദാഹിക്കുന്നുവെന്നുള്ള നിലവിളി ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നിലവിളിയാണല്ലോ. ഈശോയെ, അങ്ങയുടെ കരുണയിലേക്ക് തിരിഞ്ഞ് അങ്ങയുടെ കരുണയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചാൽ, കർത്താവേ, ശുദ്ധീകരണ ആത്മാക്കളെ സമർപ്പിച്ചാൽ, അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നവരാരും നിരാശപ്പെടേണ്ടി വരില്ലല്ലോ. അങ്ങ് പറഞ്ഞില്ലേ, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? ഈശോയെ, അങ്ങയുടെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കളെയും ഞങ്ങളിതാ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണ പാപത്തെ ഏറ്റെടുത്ത കരുണയാണ്. അങ്ങയുടെ കരുണ പാപത്തിന്റെ പരിഹാരമായിട്ട് രക്തം ചിന്തിയ കരുണയാണ്. അങ്ങയുടെ കരുണ നഷ്ടപ്പെട്ടു പോയ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തരുന്ന കരുണയാണ്. അങ്ങയുടെ കരുണ ഞങ്ങളെ വീണ്ടെടുത്ത് സ്വർഗപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന കരുണയാണ്. അങ്ങയുടെ കരുണ പിതാവിന്റെ ഭവനത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന കരുണയാണ്. ഈശോയെ, ആ കരുണയ്ക്ക് വേണ്ടി ശുദ്ധീകരണ ആത്മാക്കളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാവങ്ങൾ മോചിക്കും ഈശോയെ, കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. പറയപ്പെടുന്ന മക്കളെ, ഇരുകരങ്ങളും കർത്താവിലേക്ക് നമുക്ക് ഉയർത്താം. കർത്താവിന്റെ കാരുണ്യ ഹൃദയത്തിലേക്ക് എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും നമുക്ക് എടുത്തുയർത്തി സമർപ്പിക്കാം. കരങ്ങളിലെടുത്ത് കർത്താവിലേക്ക് ഉയർത്തി നമ്മുടെ പ്രിയപ്പെട്ട ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ വലിയ കരുണയാല്, അങ്ങയുടെ സ്നേഹത്താല്, അങ്ങയുടെ ചൈതന്യത്താല്, അങ്ങയുടെ സ്നേഹത്തിന്റെ നിറവിനാല് എല്ലാ ആത്മാക്കളെയും നിറയ്ക്കണമേ. ജീവന്റെ സമൃദ്ധിയിലേക്ക് നയിക്കണമേ. സ്വയെ ശുദ്ധീകരിക്കണമേ. സ്വർഗ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ. ശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, സമർപ്പിക്കുന്നു കർത്താവേ. ഏറ്റെടുക്കണമേ കർത്താവേ. കരുണയായിരിക്കണമേ കർത്താവേ. ഏറ്റെടുക്കണം
കർത്താവേ, രക്ഷിക്കണമേ കർത്താവേ, രക്ഷിക്കണമേ കർത്താവേ, വിടുതൽ നൽകണമേ കർത്താവേ, ശുദ്ധീകരിക്കണമേ കർത്താവേ. വലിയ സമാധാനം നിറയട്ടെ, സ്വർഗ സൗഭാഗ്യം അനുഭവിക്കാൻ ഇടയാക്കണമേ. സ്വയേ 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 സ്വയേ. ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സമർപ്പിക്കുന്നു, വിശുദ്ധരോട് ചേർന്ന് സമർപ്പിക്കുന്നു. ചില വലിയ കരുണ സകല മക്കളിലേക്കും ഒഴുകട്ടെ. ശുദ്ധീകരാത്മാക്കൾ ഈ സമയം കർത്താവിന്റെ കാരുണ്യം അനുഭവിക്കട്ടെ. ഈശോയെ, ഞങ്ങൾ അതിനു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരു ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ശുദ്ധീകരണത്തിന്റെ സമയം അങ്ങ് വേഗപ്പെടുത്തണമേ, ത്വരിതപ്പെടുത്തണമേ. സ്വർഗപ്രാപ്തിക്കായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ആത്മാക്കളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ, വെണ്മയുള്ള മക്കളാക്കി മാറ്റണമേ, സ്വർഗത്തിന് യോഗ്യരാക്കി തീർക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ശുദ്ധീകരണ സ്ഥലത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കരുണ ശുദ്ധീകരണ സ്ഥലത്ത് നിറഞ്ഞു കവിയട്ടെ. നിലയില്ലാത്ത കടല് പോലുള്ള ദൈവമേ, നിന്റെ കാരുണ്യം, ദിവ്യ കാരുണ്യനാഥ, അവിടുത്തെ കാരുണ്യത്തിന്റെ സമൃദ്ധി ശുദ്ധീകരണ സ്ഥലം നിറയട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹത്തിന്റെ പാരമ്യമായ ഈശോയുടെ പീഡാസഹനങ്ങളിലൂടെ നേടിത്തന്ന രക്ഷ ദിവ്യകാരുണ്യത്തിന്റെ രക്ഷയാണ്. ഈ വലിയ കരുണയ്ക്ക് വേണ്ടി എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവിനെ വിളിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ സ്നേഹത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ശുദ്ധീകരണ പ്രക്രിയയിലായിരിക്കുന്ന എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കർത്താവിൻ്റെ കരുണ നിറഞ്ഞൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ കരുണയുടെ ജപമാലയിലേക്ക് ഈ സമയം പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു.
ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ
പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. എന്നാൽ ഈശോയെ, എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും സ്നേഹത്തോടെ അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ നിലയില്ലാത്ത കരുണക്കടലിലേക്ക് ആഴ്ത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങളും കറകളും കഴുകി വെടിപ്പാക്കി സ്വർഗ സൗഭാഗ്യത്തിന് അവരെ അവിടുന്ന് അർഹരാക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും, ഞങ്ങൾ വസിക്കുന്ന വീടിനെയും വീടിരിക്കുന്ന മണ്ണിനെയും ഈശോയെ അങ്ങയുടെ കരുണയിൽ പൊതിയണമേ. എല്ലാ അനുഗ്രഹത്തിനും കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ശുദ്ധീകരണ സ്ഥലത്തെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ അങ്ങയുടെ ആശീർവാദത്തിനു വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകളമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, കരുണാമയ, യേശുവേ, കരുണാമയ, യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കുനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.